വെൽക്കം ബാക്ക് ടു ടേംസ് ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ വേറൊരു വൗൾ സൗണ്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓ. ഓർക്കണം, നമ്മൾ ഈ ഓ എന്ന് എഴുതുമ്പോഴത്തേക്ക് അതിന് 3 സ്വരമുണ്ട്. 3 സ്വരത്തിലുള്ള ഓ ഉണ്ട്. 3 ഇടങ്ങളിൽ വേറെ വേറെ രീതിയിൽ വരാം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഓ. മറ്റേത് രണ്ടാമത് വരുന്ന ടോപ്പ് എന്ന് പറയാറില്ല, ടോപ്പ്. മൂന്നാമത് വരുന്നത് ഇപ്പൊ 3 തരം ഓയാണ്. അതിൽ ആദ്യത്താണ് നമ്മൾ പഠിക്കുന്നത് ക്ലോസ്ഡ് ഓ. ഓ അതിന്റെ ചില സാമ്പിൾ തരാവുന്നതാണ്. ബ്രോഡ് വേ, ബ്രോഡ് ഓ. വീണ്ടും വാട്ടർ, വാട്ടർ. വീണ്ടും ലോ, LAW, ലോ ഓ. വീണ്ടും ഒരു വാക്കാണ് ഓഥർ, എഴുതുക. ഓഥർ. വീണ്ടും വരുന്നത് മോ, മോ. വേറൊരു വാക്കാണ് കോട്ട്. അപ്പൊ സാധാരണ ഉള്ള പോലെ തന്നെ ഇതിന് പിറകെ ഒരുപാട് സാമ്പിൾ വാക്കുകളുണ്ട്. പല സ്പെല്ലിംഗ് ആയിട്ട് വരും. എന്നാൽ ഓ എന്നുള്ള സ്വരം നിലനിൽക്കുന്നതാണ്. വാക്കുകൾ പഠിക്കാം, സ്പെല്ലിംഗ് പഠിക്കാം, സൗണ്ട് പഠിക്കാം. കുട്ടികൾക്ക് സ്പെല്ലിംഗ് പഠിക്കാനും സ്വരം പഠിക്കാനുമായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഈ വാക്കുകൾ പലതരം സ്പെല്ലിങ്ങുകളിൽ ഒരേ സ്വരം കീപ്പ് ചെയ്യുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഓ എ എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഓ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ് പറയുന്നത്. അബ്രോഡ്, abroad. വീണ്ടും ബ്രോഡ്. അടുത്ത് നോക്കുക, OUGH ഈ സ്പെല്ലിംഗ് വരികയും എന്നാൽ ഓ എന്നുള്ള വാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആണ് നമ്മുടെ കാണുന്നത്. ഓട്ട്, OUGHT, ഓട്ട്. ഇതൊരു ഓക്സിലറി ആണ്, പലരും ഉപയോഗിക്കാറില്ല. ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ്. ഓട്ട്, OUGHT, ഓട്ട്. തോട്ട്, thought. Boat, BOUGHT, boat, BOT, boat. Brought, BROUGHT, BROT, brought. അടുത്തത് എ എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഓ എന്നുള്ള വാക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന സ്വരങ്ങളാണ് നമ്മൾ കാണുന്നത്. വാക്കുകൾ കാണുന്നു. വാട്ടർ, WOTER, വാട്ടർ. വോക്ക്, വോക്ക്. പലരും വാക്ക് അല്ലെങ്കിൽ വാട്ടർ എന്നൊക്കെയാണ് പറയുന്നത്. തെറ്റാണ്. വോക്ക്, വോക്ക്, വോക്ക്. ടോക്ക്, TOK. അപ്പൊ ടോക്ക് അല്ല, ടോക്ക്, TOK, ടോക്ക്. ചോക്ക്, CHOK, ചോക്ക്. അപ്പൊ ആ സിമ്പിൾ നോക്കുക. വന്നിട്ട് ഒരുമിച്ച് വരുന്നതിന് ആഫ്രിക്കറ്റ് എന്നാ പറയുക. സ്വരമാണ്. ചോക്ക്. OLMOST, എന്ന് പറയുന്നത് ഡിഫ്തോങ് ആണ്. അപ്പൊ അത് എന്നുള്ള സ്വരം അവിടെ വരുന്നത് ഓൾമോസ്റ്റ്. അടുത്തത് OLREDI, ഓൾറെഡി. സ്ട്രെസ് സെക്കൻഡ് സിലബിളിലാണ്. നെക്സ്റ്റ് വൺ OLVA, ഡിഫ്തോങ് ആണ്. ഓൾവേസ്. അടുത്തത് അവോർഡ്, അവോർഡ്. അടുത്തത് ALL അടുപ്പിച്ച് വരുമ്പോഴും ഉണ്ടാകുന്ന ഓ സ്വരമാണ് കേൾക്കുന്നത്. ആ വാക്കുകളാണ് കാണുന്നത്. ഓൾ, ഓൾ. ബോൾ, BOL, ബോൾ. കോൾ, KOL, കോൾ. ഫോൾ, FOL, ഫോൾ. അടുത്തത് HOL, ഹോൾ. MOL, മോൾ. SMOL, സ്മോൾ. WOL, വോൾ. അടുത്തത് AW ഒരുമിച്ച് വരുമ്പോഴുണ്ടാകുന്ന ഓ സ്വരമാണ് കാണുന്നത്. ഡോൺ, DON, ഡോൺ. ഫ്ലോ, FLO, ഫ്ലോ. ഹോക്ക്, HOK, ഹോക്ക്. ജോ, JO, ജോ. വീണ്ടും ഉള്ള ഒരു ആഫ്രിക്കേറ്റ് ആണ്. സ്വരം ഒരുമിക്കുമ്പോൾ അതിന് ആഫ്രിക്കേറ്റ് ആണ്. അത് കോൺസണന്റ് സൗണ്ട് ആണ്. ആഫ്രിക്കേറ്റ് എന്നാ പറയുക. നമ്മൾ കണ്ട പോലെയാണ് ഇവിടെ JO, ജോ. ലോ, LO, ലോ. ലോൺ, LON, ലോൺ. റോ, RO, സോ. SO,
സോ. വീണ്ടും ഷോൾ, ഷ് ഓ ൾ, ഷോൾ. യോൺ, യ് ഓ ന്, യോൺ. അടുത്തത് എ യു എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഒ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ്. ഓക്ഷൻ, ഓ ഖ് ഷ് ന്, ഓക്ഷൻ. ഓഗസ്റ്റ്, ഓ ഗ അ സ് ട്, ഓഗസ്റ്റ്. ഓഥർ, ഓ th അ ർ, ഓഥർ. ഓട്ടം, ഓ ട് മ്, ഓട്ടം. കോസ്, ക ഓ സ്, കോസ്. ക്ലോസ്, ക ൽ ഓ സ്, ക്ലോസ്. ഡോട്ടർ, d o t e r, daughter. Launch, l o n ch, launch. Coat, k o t, coat. Tote, t o t, tote. അടുത്തത് ഒ ആർ എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഒ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ് കാണുന്നത്. എഫോർഡ്, എ ഫ് ഒ ഡി, എഫോർഡ്. ബോൺ, b o n, bone. Coke, k o k, coke. Fork, f o k, fork. Hose, h o s, hose. Load, l o d, load. Mow, m o r, mow. No, n o r, no. O r or. Poke, p o k, poke. പോർക്ക് എന്ന് പറയരുത്, പോക്ക്. അടുത്തത് സ്കോർ, s k o r, score. ഷോർട്ട്, sh o t, short. Store, s t o r, store. Storm, s t o m, storm. Story, s t o r e, story. Sword, s o d, sword. Sort, s o t, sort. Port, p o t, port. അടുത്തത് o a r. ഇതൊരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന o സ്വരമാണ് നമ്മൾ കാണുന്നത്. ബോ, b o r, board. Board, b o d, board. Or, o r, or. Roar, r o r, roar. Soar, s o r, soar. അടുത്തത് o o r ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന o സ്വരം. ഫ്ലോ, f l o r, floor. Door, d o r, door. Pour, p o r, pour. അടുത്തത് o u r ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന o സ്വരമാണ്. Coat, k o t, coat. Four, f o r, four. Pour, p o r, pour. വീണ്ടും a r അത് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന o സ്വരമാണ്. Quarter, k o t e r, quarter. War, v o r, war. Worm, v o m, worm. Worn, v o n, worn. അവസാനമായി a w e r എന്നുള്ള സ്പെല്ലിംഗ് വരികയും o എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഡ്രോർ, ഇപ്പോൾ ഡ്രോയർ എന്നൊക്കെ നമ്മൾ ചിലർ പറയാറുണ്ട്. ഡ്രോർ, d r o r. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരുന്നത് കുട്ടികൾക്കാണ്. കുട്ടികൾക്ക് സ്പെല്ലിംഗ് പഠിക്കാം, അതിൻ്റെ വാക്കുകളും പഠിക്കാം, അതിൻ്റെ സ്വരവും പഠിക്കാം. താങ്ക് യു സോ മച്ച്.